ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് ഓസി വ്ലോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് നഴ്സസ് ഇൻ നഴ്സിംഗ് ഹോം. മെയിൻലി ഞാൻ ഓസ്ട്രേലിയ നഴ്സിംഗ് ഹോം ബേസ് ചെയ്തിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇപ്പോൾ UK, അയർലൻഡ്, ഓസ്ട്രേലിയ എല്ലായിടത്തും നഴ്സിംഗ് ഹോമിൽ ഡിഫറൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിലും പല നഴ്സിംഗ് ഹോമിന് പല ടൈപ്പിലായിട്ടുള്ള രീതികളായിരിക്കും നടക്കുന്നത്. അപ്പം ഞാൻ മെയിനായിട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു റൂട്ടീൻ ഹാൻഡ് ഓവർ രീതികളും, അപ്പോൾ ഒരു ഡേയിൽ എങ്ങനെയാണ് ഒരു നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് അസൈൻ ചെയ്തു പോകുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഓവറോൾ ഒരു ഐഡിയ ലഭിക്കും എങ്ങനെയാണ് ഒരു നേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് നമ്മുടെ ഈ നേഴ്സിംഗ് ഹോമിൽ അസൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു ഷിഫ്റ്റിന് വരുന്നു. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഫസ്റ്റ് തിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹാൻഡ് ഓവർ സെക്ഷനിലൂടെ ആയിരിക്കും. അപ്പം മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹാൻഡ് ഓവർ നമുക്ക് പറയാം ഒരു ഗ്ലോബൽ വേ ഓഫ് ഹാൻഡ് ഓവർ ആയിരിക്കും കൂടുതലായിട്ട് നടക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഹാൻഡ് ഓവറിന്റെ ടൈമിൽ നമ്മുടെ നഴ്സുമാരുണ്ടായിരിക്കും, അതായത് പ്രീവിയസ് ഷിഫ്റ്റിലെ RN-മാരുണ്ടായിരിക്കും, നമ്മൾ ഷിഫ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന RN-മാരുണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ മുമ്പ് അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന എന്നിൽ 1-2 പേര്, കാരണം ഒത്തിരി കെയറേഴ്സ് ഒക്കെ കാണും. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഫ്ലോറിലും ആള് വേണം. അപ്പൊ അവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ നെക്സ്റ്റ് ഷിഫ്റ്റിൽ നമ്മളോട് കൂടി ജോയിൻ ചെയ്യാൻ പോകുന്ന കെയറേഴ്സ് കാണും. പിന്നെ നമ്മുടെ ക്ലിനിക്കൽ കോർഡിനേറ്റേഴ്സ് കാണും, ക്ലിനിക്കൽ കെയർ കോർഡിനേറ്റർ കാണും, അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഡയറക്ടേഴ്സ് കാണും. അങ്ങനെ എല്ലാവരും ഇപ്പം ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചാർജ് നേഴ്സ്, അവർ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇരുന്നിട്ടായിരിക്കും നമ്മൾ ഹാൻഡ് ഓവർ കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ ക്ലിനിക്കൽ ഗ്ലോബൽ ഹാൻഡ് ഓവർ എന്ന് പറയുന്നത്. അത് എല്ലായിടത്തും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ ഓരോ വിങ്സിൽ അതായത് നഴ്സുമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഹാൻഡ് ഓവർ രീതിയായിരിക്കും നടക്കുന്നത്. അപ്പൊ ഈ ഹാൻഡ് ഓവർ എടുക്കുമ്പം ആ പുതിയതായിട്ട് വരുന്ന ഷിഫ്റ്റിലെ നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ പ്രീവിയസ് RN-ന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യാന്നുള്ളത്. കാരണം നമ്മളാണ് ആ നെക്സ്റ്റ് കുറച്ച് അവേഴ്സ് പേഷ്യന്റിന് റെസിഡൻസിനെ ഡീൽ ചെയ്തു പോകുന്നത്, അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ നമ്മുടെ പ്രീവിയസ് ഷിഫ്റ്റിന്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യാന്നുള്ളത്. അപ്പൊ അങ്ങനെ നമ്മൾ ഹാൻഡ് ഓവർ എല്ലാം റിസീവ് ചെയ്ത് കഴിയുന്നു. അതിനുശേഷം നമ്മൾ നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള വിന്നിലേക്ക് വരും. അപ്പൊ അടുത്ത നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ എസൈറ്റ് മെഡിക്കേഷൻസ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ എസ്പെഷ്യലി ഓസ്ട്രേലിയയിൽ ഈ എസൈറ്റ് മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ കൺട്രോൾ മെഡിക്കേഷൻസ്, അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഒത്തിരി റെസിഡൻസിന് നമ്മൾ ഈ കൺട്രോൾ മെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് തന്നെ ഒരു പ്രത്യേക റൗണ്ട് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ മെഡിക്കേഷൻ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഒരു മെഡിക്കേഷൻ റൗണ്ട് കഴിഞ്ഞിട്ട് ഒരു മിഡിലിൽ തന്നെ ഒരു ഒരു എസൈറ്റ് റൗണ്ട് എന്ന് പറഞ്ഞൊരു റൗണ്ട് കാണും. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോപ്പർ ആയിട്ട് അതിന്റെ ഹാൻഡ് ഓവറുകൾ എടുക്കുക. നമ്മുടെ ടൈമിൽ നമ്മൾക്ക് പ്രോപ്പർ എമൗണ്ട് ഇത്ര എണ്ണമൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമ്മളത് മെഷർ ചെയ്യണം. അപ്പൊ നമുക്ക് ഹാൻഡ് ഓവർ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ അസൈൻമെന്റ്. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ അവേഴ്സിലുള്ള നമ്മുടെ ഡ്യൂട്ടീസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അല്ലാതെ ഇപ്പം ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞ ഒരു കാര്യം ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രയോറിറ്റി വേണ്ട ഒരു സ്ഥാനത്ത് നമുക്ക് ഒരിക്കലും ഇഗ്നോർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് ഹൈ റിസ്ക് ഓഫ് റെസിഡൻസിന് ഹൈ റിസ്ക് ഉണ്ടാക്കാനായിട്ട് കാരണമാവും. അപ്പൊ നമുക്ക് ആ ഒരു ഷിഫ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളെയൊക്കെ നമ്മളൊന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ചില കാര്യങ്ങൾ ഇപ്പം നമുക്കറിയാം, ഇപ്പം പെയിൻ ഉള്ളൊരു റെസിഡന്റ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു റെസിഡന്റ് ഫ്ലൂയിഡ് ഇൻടേക്ക് ഒക്കെ ലോ ആയിരുന്നു. അപ്പൊ ഓഫ് കോഴ്സ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതൊരു ടീം വർക്കാണ്, അല്ലേ? അപ്പൊ നമുക്ക് എല്ലാം നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്നൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ അസൈൻ ചെയ്തിട്ടുള്ള കെയറേഴ്സിനോട് നമുക്ക് പറയാം, ഇന്ന റെസിഡൻസിനൊക്കെ വെയിറ്റ് ചെക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ന റെസിഡൻസിന്റെ ഒക്കെ ഫുഡ് ആൻഡ് ഫ്ലൂയിഡ് ചാർട്ട് പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ചിലരുടെയൊക്കെ ബൗൾ ഓപ്പൺ ആയിട്ട് ഇത്ര ദിവസമായിരിക്കും. ആ ലിസ്റ്റ് ഒക്കെ നമ്മൾ അവർക്ക് കൊടുക്കുവാണെങ്കിൽ അവരതിന്റെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് നമ്മുടെ എൻഡ് ഓഫ് ദ ഷിഫ്റ്റിൽ നമുക്ക് ഗുഡ് ആയിട്ടൊരു ഔട്ട്കം നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ നമ്മുടെ വർക്ക് ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്തു, കെയറേഴ്സിനൊക്കെ അവരുടെ വർക്ക് അസൈൻ ചെയ്ത് കൊടുത്തു. അടുത്ത നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ മെഡിക്കേഷൻ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. ഓരോ ഷിഫ്റ്റിന്റെയും നമ്മുടെ മെയിൻ റെസ്പോൺസിബിലിറ്റിയാണ് മെഡിക്കേഷൻ മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ ഓരോ ട്രോളി കാണും. അപ്പൊ അതാത് വിന്നിന് അതാത് ട്രോളി ആ രീതിയിലാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ടാബും കാണും. അതിൽ നിന്ന് നമുക്ക് റെസിഡൻസിന്റെ ഡീറ്റെയിൽസും ഏതൊക്കെ മെഡിക്കേഷൻ ആണ് ഓരോ ടൈമിംഗ് അനുസരിച്ച് എപ്പോഴൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ഉണ്ടായിരിക്കും.
അപ്പം ബീങ് എ നേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, മെഡിക്കേഷൻ മാനേജ്മെന്റ് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു മെഡിക്കേഷൻ റിലേറ്റഡ് എറർ വന്നാൽ മെയിൻ ആയിട്ട് അത് റെസിഡന്റിനെ ബാഡ്ലി അഫക്റ്റ് ചെയ്യും. സോ അല്ലെങ്കിൽ തന്നെ നമുക്ക് പോളിസി പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് എല്ലായിടത്തും, ഈവൻ ഹോസ്പിറ്റലിലാണേലും നഴ്സിംഗ് ഹോമിലാണേലും അതാത് മെഡിക്കേഷൻ മാനേജ്മെന്റ് പോളിസീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പ്രോപ്പർ ആയിട്ട് നമ്മുടെ മെഡിക്കേഷൻ റെസിഡന്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി ഇങ്ങനെ ഭയങ്കര ധൃതി പിടിച്ചു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ടൈം എടുത്ത് നമുക്ക് ഇച്ചിരി ടൈം, ഇപ്പം നമ്മുടെ മെഡിക്കേഷൻ റൗണ്ട് പൊതുവേ വിതിൻ 2 hours ഫിനിഷ് ചെയ്യണം എന്നാണ് പറയുക. ഇൻ കേസ് നമുക്ക് പറ്റിയില്ല എന്നിരുന്നാൽ കൂടി നമ്മുടെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻചാർജേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ സീനിയർ അതർ സ്റ്റാഫ്സിനോടോ ഒക്കെ കൺഫേം ചെയ്തതിനു ശേഷം ഇവൻ ഒരു 10 minutes അല്ലെങ്കിൽ ഒരു 15 minutes ലേറ്റ് ആയാലും ഒരിക്കലും നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മൾ പക്ഷെ പ്രസിഡന്റിന് കറക്റ്റ് ആയിട്ട് മെഡിക്കേഷൻ കൊടുക്കുക, അതാണ് നമ്മുടെ മെയിൻ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ നമ്മൾ മെഡിക്കേഷൻ റൗണ്ട് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ റൗണ്ടിനിടയ്ക്ക് ഈ പറയുന്ന പോലെ പല കാര്യങ്ങളൊക്കെ സംഭവിക്കാം. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു നഴ്സിംഗ് ഹോമിൽ നമ്മൾ മെഡിക്കേഷൻ കൊടുത്തു, നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ എല്ലാം. അപ്പൊ തന്നെ നമ്മൾ ചിലപ്പോൾ മെഡിക്കേഷൻ റൗണ്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും റെസിഡന്റിന് ഫോളോ ആയിരിക്കാം എന്ന് വെച്ച് നമ്മൾക്ക് ഞാൻ മെഡിക്കേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും റെസിഡൻസിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താ? കാരണം നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുവാണ്, നമുക്ക് നല്ല ഉത്തരവാദിത്വം ഉണ്ട്, മെഡിക്കേഷൻ ആണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മെഡിക്കേഷൻ ട്രോളി നമുക്ക് ലീവ് ചെയ്തിട്ട് പോകാം. പക്ഷേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഒന്നെങ്കിൽ ഈ മെഡിക്കേഷൻ ട്രോളി തിരിച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേഷനിൽ വെക്കുക സേഫ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അതിൽ എല്ലായിടത്തും ലോക്കും ഇതുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്ത് കീ നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് വെച്ച് വേറെ ആരും അതില് കൈ കടത്തത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പോയി നമുക്ക് ഫോൾ ആയിട്ടുള്ള റെസിഡന്റിന് വേണ്ട ഫസ്റ്റ് എയ്ഡ് കെയർ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അത് നമ്മൾ ഒരിക്കലും വീഴ്ച വരുത്തരുത്. കാരണം മെഡിക്കേഷൻ ട്രോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം നമുക്ക് പറയാം, ഇപ്പൊ നമ്മൾ ട്രോളി അവിടെ വെച്ചിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഡിമെൻഷ്യ റെസിഡൻസ് അങ്ങനത്തെ റെസിഡൻസ് നമുക്ക് നഴ്സിംഗ് ഹോമിൽ വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ബൈ മിസ്റ്റേക്കിൽ ഏതെങ്കിലും ഒരു ഡ്രോ ഓപ്പൺ ചെയ്ത് അവർക്ക് അങ്ങനെ അറിയത്തില്ല. അപ്പൊ ഏതെങ്കിലും മെഡിക്കേഷൻ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ പിന്നിനെ വരെ ബാധിക്കാനായിട്ട് ഇടയുണ്ട്. സോ ബി കെയർഫുൾ. മെഡിക്കേഷൻ ട്രോളി എന്ന് പറയുന്നത് നഴ്സുമാരുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെ നമ്മുടെ മെഡിക്കേഷൻ റൗണ്ട് ഒക്കെ നമ്മൾ ഫിനിഷ് ചെയ്തു, നമ്മൾ നഴ്സിംഗ് സെഷനിലേക്ക് വന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഇതിനിടയ്ക്ക് നമുക്ക് ഫോൾ ഉണ്ടാകാം, എന്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് ഒരു റെസിഡന്റിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട കേസ് ഒക്കെ വരാം. ഇതെല്ലാം ഇതിനിടയ്ക്ക് നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകാം. അപ്പൊ അതെല്ലാം നമ്മൾ ഇതിനിടയ്ക്ക് ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വർക്ക് ലോഗുകൾ കാണും. ഇന്നത്തെ ഈ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പൊ അയർലൻഡിലൊക്കെയാണ് നമുക്കൊരു ഡയറി ആണുള്ളത്, അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ അസൈൻമെന്റ്സുകളെന്ന്. അപ്പൊ നമുക്കറിയുന്ന ആർക്കൊക്കെ ഡ്രസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെ വൈറ്റൽ സൈൻസ് നമ്മൾ മോണിറ്റർ ചെയ്യണം, ആർക്കൊക്കെ ഇതിനു മുമ്പ് ഫോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ വരും. അപ്പൊ നമ്മൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് എടുത്ത് ഈ പ്രയോറിറ്റി ബേസിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു പോകും. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനിടയ്ക്ക് നമുക്ക് ഫോൾ ഉണ്ടായിട്ടുണ്ടാവാം, നമ്മൾ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ഏതെങ്കിലും റെസിഡന്റിനെ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവാം അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ നോട്ട് നമുക്ക് പെൻഡിങ് കിടക്കുവാണല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു മെഡിക്കേഷൻ കഴിഞ്ഞ് വന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ എന്തുമാത്രം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുവാണെങ്കിൽ ഈ നോട്ടുകൾ എന്താ പറയാ, ഇപ്പൊ മെഡിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് വന്ന ഉടനെ ആ ഹോസ്പിറ്റലിൽ വിട്ട റെസിഡന്റിന്റെ നോട്ട്സ് എഴുതാൻ നിൽക്കാതെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡ്രസ്സിങ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കത് നെക്സ്റ്റ് ഷിഫ്റ്റിലേക്ക് ഹാൻഡ് ഓവർ കൊടുത്ത് പോകേണ്ടി വരും. അത് അവർക്കും ബേർഡൻ ആയി തീരും. അപ്പൊ നമ്മുടെ ടാസ്കുകളെല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം എൻഡ് ഓഫ് ദ ഷിഫ്റ്റ്, അതായത് നമുക്ക് ഉറപ്പുണ്ടല്ലോ നമ്മുടെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചാറ്റിങ്ങിലേക്ക് പോവുക. അതാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാനും പറ്റും. ഒത്തിരി പെൻഡിങ് വർക്ക് നെക്സ്റ്റ് ഷിഫ്റ്റിലേക്ക് കൊടുക്കാതെ നമുക്ക് നമ്മുടെ ആ ഷിഫ്റ്റിൽ ഫുൾ ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകാനായിട്ടും സാധിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരും. അപ്പോഴും നമുക്കൊരു കാര്യമുണ്ട്, നമുക്കും ബ്രേക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഡ്യൂട്ടി അവേഴ്സിൽ നമുക്ക് ഇത്ര ടൈം പല ഓർഗനൈസേഷനിലെ ഡിപ്പെൻസ് ഓൺ അവരുടെ പോളിസി പ്രൊസീജിയർ ഒക്കെ അനുസരിച്ച് ബ്രേക്ക് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻ വരാം. അപ്പൊ നമ്മുടെ ടൈം നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈം മെഡിക്കേഷൻ കഴിഞ്ഞ് വന്നു, നമ്മുടെ കുറച്ച് വർക്കൊക്കെ നമ്മൾ ചെയ്ത് നമുക്കും റെസ്റ്റ് എടുക്കണം. അല്ലെ നമ്മൾ ഒത്തിരി എന്താ പറയാ, നമ്മൾ ഒത്തിരി ടയേർഡ് ആയപ്പോൾ നമുക്ക് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ റെസിഡൻസിന് കെയർ കൊടുക്കാൻ പറ്റാണ്ട് വരും. അപ്പൊ നമ്മൾ നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞിട്ട് വന്നു, ബ്രേക്കിന് പോയി നമ്മൾ ആവശ്യത്തിലേറെ റെസ്റ്റ് എടുത്ത് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ എന്തായാലും ഒരു കോഡോട് കൂടെ ആയിരിക്കും അല്ലേ നടന്നു വരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ആ ഒരു ഏതാണ് നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള മിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക, നമ്മുടെ റെസിഡൻസ് ഒക്കെ എഴുന്നേറ്റോ, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുത്തോ,
അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ട്രബിളിലാണോ എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നമുക്ക് നേഴ്സസ് സെഷനിൽ വരാം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ അപ്പോൾ ഏകദേശം ഒരു ഹാഫ് ടൈം ആയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു 8 hour ഷിഫ്റ്റ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ടൈം ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ കെയറേഴ്സിനോട് കൺഫേം ചെയ്യാം, ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തോ. ഇപ്പൊ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ അവർ ചെക്ക് ചെയ്തോ, വെയിറ്റ് ചെക്ക് ചെയ്തെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് ആ വെയിറ്റിന്റെ റീഡിംഗ് ഒക്കെ എടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ബൗൾ ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആരെങ്കിലും ഇനി പെൻഡിങ് ഉണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ബേസിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് PRN മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കാം, നമ്മുടെ ലാക്സേറ്റീവ്സ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഇവൻ നമ്മുടെ ഷിഫ്റ്റിൽ അല്ലെങ്കിൽ കൂടി നെക്സ്റ്റ് ഷിഫ്റ്റിൽ റെസിഡൻസിന് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റെസിഡൻസിന് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഹെൽപ്പ് വേണ്ടതായിട്ട് ഇവർക്ക് തോന്നിയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒരു ഓവറോൾ ഒരു ഐഡിയ നമ്മുടെ ഹാഫ് ഓഫ് ദി ഷിഫ്റ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ അതുമായിട്ട് വീണ്ടും നമ്മൾ നേഴ്സസ് സെഷനിൽ വരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്കിപ്പോൾ റെക്കോർഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് മനസ്സിലാവും എന്തെങ്കിലുമൊക്കെ വീണ്ടും നമ്മളിപ്പോൾ കുറച്ച് ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അല്ലെ, ബാക്കി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എമർജൻസി ആയിട്ട് ആരെങ്കിലും ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ടാവാം. അപ്പൊ നമുക്ക് ആ നോട്ട്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോഴായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് റിട്ടേൺ ഫ്രം ഹോസ്പിറ്റൽ വരിക. നമ്മളിപ്പോൾ ഏതെങ്കിലും റെസിഡന്റിന്റെ പ്രീവിയസ് ഡേയ്സിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ എപ്പോഴെങ്കിലും നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ചിലപ്പോൾ ട്രാൻസ്ഫർ വരാം അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ആ റിമൈനിങ് അവേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഉച്ചയൊക്കെ ആവും. റെസിഡൻസിന്റെ ഡിന്നർ ടൈമും കാര്യങ്ങളും ഒക്കെ ആവും, കാരണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഡിന്നർ ടൈമിലേക്ക് റെസിഡൻസ് വരുമ്പോൾ നമ്മൾ അടുത്ത മെഡിക്കേഷൻ റൗണ്ടിന് പ്രിപ്പയർ ആണ് അല്ലെ. ആ ഒരു ഗ്യാപ്പ് കഴിഞ്ഞു, നമ്മുടെ ബ്രേക്ക് കഴിഞ്ഞു, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. നമ്മൾ വീണ്ടും പറഞ്ഞ പോലെ മെഡിക്കേഷൻ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അതിനിടയ്ക്ക് ചിലപ്പം S8 റൗണ്ട് വരാൻ കാര്യമുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും വരുന്നത്. അങ്ങനെ S8 റൗണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഒരു വിക്നസ് ആയിട്ടുള്ള ഒരു ആറ് നമ്മുടെ കൂടെ വേണം. അങ്ങനെ നമ്മൾ മെഡിക്കേഷൻ ഒക്കെ ഡബിൾ സൈൻ ചെയ്ത് കറക്റ്റ് പ്രോപ്പർ കൗണ്ട് ഒക്കെ എടുത്ത് നമുക്ക് മേക്ക് ഷുവർ ചെയ്യണം നമ്മുടെ ആ ഷിഫ്റ്റിൽ നമ്മൾ ഡീൽ ചെയ്തിട്ടുള്ള S8ഉം അതിന്റെ കൗണ്ടുകളും ഒക്കെ കറക്റ്റ് ആണെന്നുള്ളത്. അതെല്ലാം സേഫ് ആയിട്ട് നമ്മൾ ലോക്കറി വെച്ചു, നമ്മുടെ കീ എല്ലാം നമ്മൾ സേഫ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഈ പറയുന്ന 12 o'clock നമ്മൾ റെഗുലർ മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തു. അതിനിടയ്ക്ക് ചില റെസിഡൻസിന് ഇൻസുലിനും കാര്യങ്ങളും ഒക്കെ കാണും. അപ്പോഴും ഇൻസുലിനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡബിൾ സൈൻ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴും ഒരു വിക്നസ് ആയിട്ടൊരു RN കാണണം. നമ്മൾ അങ്ങനെ ഡബിൾ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ മെഷർ ചെയ്യണം നമ്മൾ റെസിഡന്റിന് അത് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാത്രം നമ്മൾ ഡബിൾ സൈൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം ഇതെല്ലാം നമ്മൾ ഒത്തിരി മെഡിക്കേഷൻ എററും ഇൻസിഡൻസും ഒക്കെ ഉണ്ടാക്കാനായിട്ട് കാര്യമാവുന്ന മെഡിക്കേഷൻസ് ആണ്. അങ്ങനെ നമ്മൾ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോഴും നമുക്ക് കാണാൻ പറ്റുമല്ലോ ഏതെങ്കിലുമൊക്കെ റെസിഡൻസ് ഫുഡ് കഴിക്കാനായിട്ട് മടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കെയറേഴ്സിനെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് ചിലർക്ക് ഫീഡിങ്ങിന്റെ ഒക്കെ ടൈമിൽ നമുക്ക് അവരെ അസിസ്റ്റ് ചെയ്യാം. ചിലർ നമ്മൾ ഫീഡ് ചെയ്യാനായിട്ട് അസിസ്റ്റൻസ് കുറവാണെങ്കിൽ ചില സമയത്ത് അവരും ഷോർട്ട് ആയിരിക്കും കെയറേഴ്സ് ഒക്കെ. അപ്പൊ നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് കൊണ്ടുപോകും, കാരണം നമ്മളാണല്ലോ ഓവറോൾ എല്ലാത്തിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമുക്ക് അവരെ ജസ്റ്റ് ഹെൽപ്പ് ചെയ്യാം. കാരണം നമുക്ക് ഇതിനെല്ലാം ടൈം ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ മെഡിക്കേഷൻ കൊടുക്കുവാണെങ്കിലും നമ്മൾ പണ്ടത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ റൂട്ടീനായിട്ട് ഇതെല്ലാം ചെയ്തു വരുന്നത് കൊണ്ട് നമുക്ക് അറിയാം അവരുടെ ഒരു ശൈലി എന്താണ്, അവർ എപ്പോഴാണ് ഇങ്ങനെ മെഡിക്കേഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ഫ്ലോ എപ്പോഴും കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതിലൊരു ഡിലേയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരാനിടയില്ല. പിന്നെ ഞാൻ പറഞ്ഞു എപ്പോഴാ മാറ്റം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ന്യൂ അഡ്മിഷൻസ് വരുമ്പോൾ, കാരണം അവരുടെ ആ ഒരു രീതി മനസ്സിലാക്കാനും അവരുടെ മെഡിക്കേഷൻ എത്ര ടൈം വേണം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇച്ചിരി ടൈം വേണ്ടി വരും. ആ ഒരു ഇത് ഒഴിച്ച് ബാക്കി മെഡിക്കേഷന്റെ കാര്യത്തെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള രീതിയുണ്ട്. നമ്മൾ 1 അല്ലെങ്കിൽ 2 times കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവരുടെ ആ രീതിയോടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ മെഡിക്കേഷൻ റൗണ്ട് ഒക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ച് വീണ്ടും നെക്സ്റ്റ് സെഷനിൽ വന്നു. വീണ്ടും നമുക്ക് ചാറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും നമ്മളോട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെയിൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബൗൾ റിലേറ്റഡ് ഇഷ്യൂസിന് നമ്മൾ ചിലപ്പോൾ PRN മെഡിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു ടൈമിംഗ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. കാരണം നമുക്ക് ഉറപ്പുണ്ട് നമുക്ക് ചെയ്യേണ്ടിയിരുന്ന ടാസ്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തല്ലേ. ഇനി നമുക്ക് അതെല്ലാം റെക്കോർഡ് ചെയ്യണം. കാരണം എപ്പോഴും ഓർക്കണം, നമ്മൾ ഒരു കാര്യം റെക്കോർഡ് ചെയ്തില്ല എങ്കിൽ അത് നമ്മൾ ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ രീതി. അപ്പം നമ്മളിപ്പോ ഒരു പേഷ്യന്റിന് ഒരു റെസിഡന്റിന് PRN മെഡിക്കേഷൻ കൊടുത്തു നമ്മൾ ഓറലി പറയുന്നതിൽ കാര്യമില്ല. ചിലപ്പോൾ നമ്മൾ മെഡിമാപ്പിൽ, അതായത് നമ്മുടെ സിസ്റ്റത്തിലൊക്കെ നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടാവും. എന്നിരുന്നാൽ കൂടി നമ്മുടെ പ്രോഗ്രസ് നോട്ട് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഇൻ കേസ് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ആദ്യം നോക്കുന്നത് നമ്മുടെ പ്രോഗ്രസ് നോട്ട് ആയിരിക്കും. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യമാണ് പ്രോഗ്രസ് നോട്ട്. ഇപ്പൊ നമ്മുടെ ഷിഫ്റ്റില് നമുക്ക് ഒരു റെസിഡന്റിനെ പറ്റി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുക, അല്ലെങ്കിൽ ഇപ്പൊ ഒരു റെസിഡന്റിന്റെ കണ്ടീഷൻ എന്തെങ്കിലും എനിക്ക് എന്റെ ഷിഫ്റ്റ് തോന്നി അത്ര ഒരു
ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല റെസിഡന്റ് എന്ന് എനിക്ക് തോന്നിയാൽ നമ്മൾ അപ്പം തന്നെ നോട്ടിട്ട് നമ്മൾ എന്ത് ഇന്റർവെൻഷൻ ചെയ്തു എന്നുള്ളത് അതിൽ കാണിച്ചിരിക്കണം. നമ്മുടെ അബദ്ധവശാൽ അല്ലെങ്കിൽ നമ്മുടെ ലക്കില്ലായ്മ കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഷിഫ്റ്റിൽ ആ റെസിഡന്റിനെ ഹാൻഡ് ഓവർ എടുക്കുന്ന ടൈമിൽ പേഷ്യന്റ് എന്ത് വേണേലും എക്സ്പെക്ട് ചെയ്യാം അല്ലെ. സംടൈംസ് പേഷ്യന്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആയി പോകാം, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആ ഒരു ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ വന്നു, രാവിലെ വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന റെസിഡന്റ് ഞാൻ പ്രോപ്പറായിട്ട് ഹാൻഡ് ഓവർ കൊടുത്തിട്ടില്ല, അപ്പൊ എന്റെ നോട്ട്സിലൊന്നും ഒന്നും പറയുന്നില്ല, സഡൻ ആയിട്ട് അങ്ങനെ വന്നാൽ അത് പിന്നീട് മെഡിക്കൽ ലീഗൽ കേസിലേക്ക് വരും, അല്ലെങ്കിൽ ഒരു സഡൻ ഡെത്ത് ഉണ്ടായാൽ അതെല്ലാം നമ്മുടെ മെഡിക്കൽ ലീഗൽ കേസിലേക്ക് അത് വഴി തെളിക്കും. അപ്പൊ അത് പിന്നീട് നമ്മുടെ പ്രീവിയസ് ഷിഫ്റ്റിൽ അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും എന്റെ ഒരു എക്സ്പീരിയൻസ് ബേസ് ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഈച്ച് ആൻഡ് എവറിത്തിങ്, ഇവൻ ഒരു മൈന്യൂട്ട് കാര്യമാണെങ്കിൽ കൂടെ നമ്മൾ നമ്മുടെ നേഴ്സസ് നോട്ടിൽ എല്ലാം പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. അത് ഈ മെഡിക്കൽ ലീഗൽ കേസ് ആവുന്നതുകൊണ്ട് മാത്രമല്ല, ഇൻ കേസ് നമുക്കിപ്പം നെക്സ്റ്റ് ഷിഫ്റ്റ് ഇപ്പം നമ്മൾ ഹാൻഡ് ഓവർ കൊടുത്ത് വീട്ടിൽ പോയി അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിയാൽ അവർക്ക് ഒരിക്കലും നമ്മളെ വിളിക്കാനായിട്ട് ഒരു ഇടയാവരുത്. കാരണം നമ്മളും എല്ലാവരും ഫാമിലി ലൈഫൊക്കെ നയിക്കുന്ന ആൾക്കാരാണ്. അപ്പം എപ്പോഴും കോള് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും അത് ഡിസ്റ്റർബൻസ് ആവും അല്ലേ. അപ്പൊ നമ്മുടെ നോട്ട്സ് എപ്പോഴും അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ് ഓവറിനുള്ള ഒരു ടൂൾ ആയിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഒരു അറിവ് വെച്ച് നമ്മുടെ ഒരു പ്രോഗ്രസ് നോട്ട് എന്ന് പറഞ്ഞാൽ 7 to 20 years വരെ അത് നമ്മൾ നമ്മുടെ ഇവിടെ സൂക്ഷിക്കും. കാരണം നമുക്കറിയത്തില്ല, ഇപ്പൊ നമ്മൾക്ക് ഒരു ചില പേഷ്യന്റ് മരിച്ചു പോകുന്നു, ഇപ്പൊ പ്രായമായതുകൊണ്ട് നമ്മൾ ഓർക്കും അതൊന്നും പ്രശ്നമാകത്തില്ല. അതുപോലെ ചിലരുടെ ഫാമിലി നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുക, ഞങ്ങൾക്ക് ഞങ്ങൾ ഇതിൽ കേസ് കൊടുക്കുക, ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ഞങ്ങളുടെ റെസിഡന്റിന്റെ ഡെത്തിനെ പറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എപ്പോഴും ഉള്ളൊരു ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ഓവർ ഷീറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈച്ച് ആൻഡ് എവറി നേഴ്സസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രോഗ്രസ് നോട്ട് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക എന്നുള്ളത്. കാരണം അത് നമുക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷനും അതോടൊപ്പം തന്നെ പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രോഗ്രസ് നോട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ നമുക്ക് എന്ത് റെസിഡന്റിനെ പറ്റി തോന്നുന്നു അത് നമ്മുടെ പ്രോഗ്രസ് നോട്ടിൽ കറക്റ്റ് ആയിട്ട് എഴുതണം, എസ്പെഷ്യലി നൈറ്റ് ടൈംസിൽ. കാരണം ചില സമയത്ത് ഒരു റെസിഡന്റ് നമ്മളോട് ഒരു സാധാരണ ഒരു യൂഷ്വൽ ആയിട്ട് റെസിഡന്റ് പെയിൻ ഉള്ളതായിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ ജസ്റ്റ് PRM കൊടുക്കുന്നു, ഓൾറെഡി നമ്മൾ സിസ്റ്റത്തിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു രീതി വിടും. പക്ഷെ നമുക്ക് അറിയത്തില്ല എല്ലാ പെയിനും എപ്പോഴും സെയിം പെയിൻ ആയിരിക്കണം എന്നില്ല. അപ്പൊ നമുക്ക് ഇതുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലോ വല്ലതും പേഷ്യന്റ് എന്തെങ്കിലും റെസിഡന്റ് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമുക്കൊരു പ്രൂഫ് വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ പ്രോഗ്രസ് നോട്ട് എപ്പോഴും കറക്റ്റ് പക്ക ആയിരിക്കണം, കറക്റ്റ് നീറ്റ് ആൻഡ് ടൈഡി ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഓൾ ഇൻഫർമേഷൻ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എപ്പോഴും പ്രോഗ്രസ് നോട്ട് എഴുതാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ നോട്ട്സും കാര്യങ്ങളും എല്ലാം കറക്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഉള്ള ഹാൻഡ് ഓവർ ഷീറ്റ്സുകളൊക്കെ കാണും. അപ്പൊ അതിൽ നമ്മൾ നെക്സ്റ്റ് വരാൻ പോകുന്ന ഷിഫ്റ്റിന് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ കൊടുക്കുക എന്നത് നമ്മുടെയും കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. മേടിക്കുക എന്നുള്ളത് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ കൊടുക്കുക എന്നത് പ്രീവിയസ് സ്റ്റാഫിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പൊ നമ്മൾ ഒന്നും വിട്ടുപോകാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ റിസീവ് ചെയ്ത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രോഗ്രസ് നോട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെക്കാം, അല്ല നമ്മുടെ ഹാൻഡ് ഓവർ ഷീറ്റിൽ നമുക്കത് നോട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും എൻഡ് ഓഫ് ദി ഷിഫ്റ്റ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നമ്മുടെ കെയറേഴ്സിനോടും അതുപോലെ തന്നെ ആക്ടിവിറ്റി സ്റ്റാഫിനോടും അങ്ങനെ എല്ലാവരോടും നമുക്ക് ചോദിക്കാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് ഒരു ഹാൻഡ് ഓവർ കൊടുക്കുക എന്നത് നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഡെയിലി റുട്ടീൻ ആയിട്ടുള്ള ഇതിൽ പോകുന്ന ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ എടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ടാസ്കുകളെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റെസ്പോൺസിബിലിറ്റീസ് വരുന്നതാണ് വൂണ്ട് കെയർ. വൂണ്ട് കെയർ ഒരു നഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം EN-മാർ RN-മാർ അങ്ങനെ ഡിഫറെന്റ് പോസ്റ്റുകൾ കാണും. അപ്പൊ ചില നഴ്സിംഗ് ഹോംസിൽ പറയുവാണെങ്കിൽ ഈ EN ആയിരിക്കും നമ്മുടെ ഈ അല്ലറ ചില്ലറ വൂണ്ട് മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് മെഡിക്കേഷൻ സൈഡിനെ മാത്രം ഈ S8 തിങ്സിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. പക്ഷെ എല്ലായിടത്തും അത് അങ്ങനെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അത് കൂടാണ്ടുള്ളതാണ് മെഡിക്കേഷൻ റൗണ്ടുകൾ, പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ റിട്ടേൺ വരാം, ഹോസ്പിറ്റൽ ട്രാൻസ്ഫറിങ് വരാം, അവിടെയൊക്കെ ഓരോരോ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ ഇതെല്ലാം നമ്മൾ അടുത്ത വീഡിയോസിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് ഓരോന്നിനും പ്രൊസീജിയേഴ്സ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വരും വീഡിയോയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോരോ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് S8 മെഡിക്കേഷന്റെ കൗണ്ട് പ്രോപ്പർ ആക്കി വെക്കുക. അതുപോലെ തന്നെ കെയറേഴ്സിനോടും അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റു കോവർക്കേഴ്സിനോടും സംസാരിച്ച അവർക്ക് എന്തെങ്കിലും കൺസേൺസോ അല്ലെങ്കിൽ റെസിഡൻസിന് തന്നെ കൺസേൺസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡീൽ ചെയ്യാം.
അതോടൊപ്പം തന്നെ ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് എക്സ്ട്രാ ചില കാര്യങ്ങളും കൂടെ വരും കേട്ടോ. കാരണം ചില സമയത്ത് ചില ഫാമിലീസിന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അവർക്ക് ചില കൺസേൺസ് കാണും. അപ്പൊ നമ്മുടെ രജിസ്റ്റേർഡ് നഴ്സുമാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവരെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അതുകൂടാതെ തന്നെ ഓരോ റെസിഡൻസിനും നമ്മൾ 3 months കൂടും അവരുടെ കെയർ പ്ലാൻസ് നമ്മൾ റിവ്യൂ ചെയ്യും. കാരണം നമുക്ക് അറിയണം അവർ നമ്മുടെ കെയറിൽ സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കെയർ എന്തെങ്കിലും എക്സ്ട്രാ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യം നമ്മൾ 3 months ആയിട്ട്, അതായത് 3 months കൂടുമ്പോൾ നമ്മൾ അവരുടെ കെയർ പ്ലാൻ റിവ്യൂ ചെയ്യും. ചില റെസിഡൻസ് ഒക്കെ തന്നെ എന്താ പറയാ, അവർക്ക് അവരുടെ കാര്യത്തിൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ ഡിമെൻഷ്യ അങ്ങനത്തെയൊക്കെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഒരിക്കലും റെസിഡന്റിനോട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ കെയർ പ്ലാൻ റിവ്യൂവിൽ നമ്മൾ ഫാമിലിനെ കൂടെ ഇൻവോൾവ് ആക്കും. അപ്പം ആ ഒരു വർക്കും നമ്മുടെ ഇതിലുള്ള, അപ്പൊ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ വരുമ്പോൾ നമുക്കൊരു 1 month ടൈം ഉണ്ട് അല്ലേ. 3 months എവറി 3 months ആണെങ്കിൽ ആ ഒരു 1 month ആ ഡ്യൂറേഷനിൽ നമുക്ക് ടൈം കിട്ടും. അപ്പൊ ആ ടൈമിൽ നമുക്ക് എപ്പോഴൊക്കെയാണോ നമ്മുടെ ചില ഷിഫ്റ്റ് ഒക്കെ ഭയങ്കര ബിസി ആയിരിക്കും. സെയിം ടൈമിൽ തന്നെ 2, 3, 4 ഫോൾസ് ഉണ്ടാവാം. അതുപോലെ തന്നെ 2 or 3 ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ഉണ്ടാവാം, ഹോസ്പിറ്റൽ റിട്ടേൺ ഉണ്ടാവാം. അപ്പം ഇതെല്ലാം കൂടെ നമുക്ക് ആ ഒരു 8 hour ഷിഫ്റ്റിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം എന്ന് നിർബന്ധമില്ല. അപ്പൊ തന്നെ നമുക്ക് ഇപ്പൊ ഒന്നൊരു കെയർ പ്ലാൻ റിവ്യൂ ചെയ്യാൻ തോന്നിയാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ആ ഷിഫ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ല നമ്മുടെ, കാരണം നമ്മൾക്കറിയാം നഴ്സുമാർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മുടെ എല്ലാ ഡേയ്സും ഒരുപോലെ എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ചില ഡേയ്സ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകും, ചില ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിസി ആയിരിക്കും. അതിപ്പോ നൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിലും ഡേ ഷിഫ്റ്റ് ആണെങ്കിലും എല്ലാ ഷിഫ്റ്റും ഡിപ്പെൻസ് ആ ഒരു ഡേയ്സിനെയും ആ ഒരു റെസിഡൻസിന്റെ എല്ലാത്തിന്റെ ഒരു ഇതും. വേറൊരു രീതി ഞാൻ പറയുകയാണെങ്കിൽ ക്ലൈമറ്റിനും ഒരു പർട്ടിക്കുലർ റോൾ ഉണ്ട് കേട്ടോ ആ ഡേയ്സിനെ ഫിക്സ് ചെയ്യുന്നത്. കാരണം നല്ല കോൾഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ റെസിഡൻസ് മിക്കവാറും ഭയങ്കര സേഫ് ആയിട്ട് ഉറങ്ങാനേ നോക്കത്തുള്ളൂ. അപ്പൊ ഫോൾ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ കുറവായിരിക്കും. പക്ഷെ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ഹോസ്പിറ്റൽ റിട്ടേൺസും ഒക്കെ ഡിപ്പെൻസ് ആ ഒരു ടൈം അനുസരിച്ചിരിക്കും. അപ്പം ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നഴ്സിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ടോപ്പിക്കുകളെ പറ്റി കൂടുതലായിട്ട് അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലോ കമന്റുകളിലൂടെയോ അതോടൊപ്പം തന്നെ നിങ്ങൾ മെയിലായിട്ടോ എന്നെ അറിയിക്കാവുന്നതാണ്. അപ്പം ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുന്നേ നമ്മൾ നഴ്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു സീരീസ് പോലെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു നഴ്സിംഗ് ഹോം എന്താണെന്നും അല്ലെങ്കിൽ ആ നഴ്സിംഗ് ഹോമിനെ പറ്റിയുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ മുതലാണ് നമ്മൾ ഡേ ബൈ ഡേ ആയിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു ബേസിക് ഇൻഫർമേഷൻ ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.